Hello my dear aspirants, a very warm welcome to all of you to Xylem SSC RRB YouTube channel. SSC CGL തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ പരം സന്തോഷമുള്ള ഒരു വാർത്ത ഇനി വരാനില്ല. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത 2024 സീസണിൽ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലും വലിയ ഒരു മോട്ടിവേഷൻ ലഭിക്കാനുമില്ല. എന്താണത്? 15,000 ഒഴിവുകൾ. വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത് 15,000 ഒഴിവുകൾ. ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലെ പോസ്റ്റുകളിലെ RTA റിപ്ലൈ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു PDF നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു PDF എല്ലാ പോസ്റ്റുകളിലെ വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവിടുത്തെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതില്ലാതെ തന്നെ 15,000-ഓളം ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ CAG ഡിപ്പാർട്ട്മെന്റില് സീറോ ആണ് കാണിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് വേക്കൻസി വരാനുണ്ട്. ഈ അടുത്ത അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ അത് സീറോ ആണ് കാണിക്കുന്നത്. വിവിധ മിനിസ്ട്രികള് അവിടെ ഒക്കെ സീറോ ആണ് കാണിക്കുന്നത്. ഇതിന്റെ അർത്ഥം അവിടെയൊന്നും വേക്കൻസി ഇല്ല എന്നല്ല. ഈ RTA റിപ്ലൈ കൊടുത്തതില് അവിടെ നിന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ GST ഇൻസ്പെക്ടറിന് ഇപ്രാവശ്യം 2,664 ഒഴിവാണുള്ളത്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന് 411. നമ്മള് സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്ക് ഇത്രയൊന്നും ഒഴിവ് 930 ഒഴിവൊന്നും ഒരിക്കലും വന്നിട്ടില്ല. അത് വളരെ വിരളമായിട്ടേ ഇത്രയും ഒഴിവുകൾ വന്നിട്ടുള്ളൂ. അപ്പൊ ഇതൊരു വലിയ ഒരു അവസരം തന്നെയാണ്. നിങ്ങളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വലിയ നഷ്ടമായിരിക്കും. ഈ വർഷം CGL പഠിക്കണോ പഠിക്കണ്ടേ എന്നൊക്കെ ആലോചിക്കുന്ന കുട്ടികാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിലും വലിയൊരു അവസരം ഇനി എന്ന് വരാനാടാ? നീ എന്ത് നോക്കി നിൽക്കുക? പഠിച്ചു തുടങ്ങി, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യ്, ഫൗണ്ടേഷൻ സ്ട്രെങ്തൻ ചെയ്യ്, ബേസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങി. സമയം എപ്പോഴോ അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ പഠിച്ചു തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഒരുപാട് നമുക്ക് നോക്കാം. ഇവിടെ 1,799 വേക്കൻസിയാണ് CGDA എന്ന് പറയുന്നത് കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സില് ഓഡിറ്ററിന് 2,799 വേക്കൻസിയാണ് കാണുന്നത്. പോസ്റ്റൽ അസിസ്റ്റന്റിന് 4,098. പോസ്റ്റൽ അസിസ്റ്റന്റ് ആൻഡ് സോർട്ടിംഗ് അസിസ്റ്റന്റിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ജോലി, നാട്ടിൽ തന്നെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് 4,000-ഓളം ഒഴിവ് ആ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. GST ഇൻസ്പെക്ടർ, യെസ്, വെരി ഇമ്പോർട്ടന്റ്. GST ഇൻസ്പെക്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു. അവിടെ തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ്, അതായത് ഇൻകം ടാക്സിൽ ഒരു ടാക്സ് അസിസ്റ്റന്റ് ആയിട്ട് കയറണമെങ്കിൽ തന്നെ അവിടെ എത്ര വേക്കൻസി ആണെന്ന് അറിയോ? 2,259. അതുപോലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്, കസ്റ്റംസ് ആൻഡ് GSTയിലും ഏകദേശം 1,600-ഓളം ഒഴിവ് ടാക്സ് അസിസ്റ്റന്റിനുണ്ട്. അപ്പൊ ഇതൊരു ടെന്റേറ്റീവ് വേക്കൻസി ആണ്. അപ്പൊ ഇനി വേക്കൻസി കുറയൂല, ഈ കൂടാനാ പോകുന്നത്. പല ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ വേക്കൻസികൾ അറിയിച്ചിട്ടില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ മൈ സിൻസിയർ അഡ്വൈസ് ടു ഓൾ ഓഫ് യു is to start preparing. നിങ്ങൾ സൈലത്തിന്റെ കൂടെയാണ് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളെ ബാച്ച് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും സൈലത്തിലെ SSC CGL ബാച്ചിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ. എത്ര ഫൗണ്ടേഷൻ, എത്ര ബേസ് തൊട്ടാ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്, എത്ര ഇന്റൻസീവ്ലി ആണ് ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ്സും കവർ ചെയ്ത് പോകുന്നത്. അവര് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഏറ്റവും ആയിട്ടുള്ള കണ്ടന്റ് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലാണ് ഓരോ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവരുടെ റെസ്പോൺസിൽ നിന്ന് തന്നെ അത് ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ അഡ്മിഷൻ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. CGL അഡ്മിഷൻ കഴിഞ്ഞോ? ഇല്ല. CGL അഡ്മിഷൻ 27-ാം തീയതി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴും ഈ 27-ാം തീയതി തുടങ്ങിയ ക്ലാസിന്റെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഒട്ടും വൈകേണ്ട. CGL പഠിച്ചു തുടങ്ങാത്തവര് ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങണം. അത് സൈലത്തിന്റെ സപ്പോർട്ടോടുകൂടി, സൈലത്തിന്റെ കൂടെയാണ് നിങ്ങൾ ഈ പ്രാവശ്യം തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട. ഈ ഒരു വേക്കൻസി അതൊരു കാരണമാകട്ടെ, ഒരു മോട്ടിവേഷൻ ആവട്ടെ, ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഡെഫിനറ്റ്ലി ഡു ജോയിൻ ദ ബാച്ച് ആൻഡ് നല്ല രീതിയിൽ ഇപ്രാവശ്യം ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ജോലിയിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വെരി ഓൾ ദ ബെസ്റ്റ്.